അടുത്ത ചാപ്റ്റർ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. നമ്മുടെ പാർട്ട് 2 ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണിത്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നമുക്ക് ആദ്യം കുറച്ച് ടേംസ് പഠിക്കണം. ഒന്നാമത്തത് ഡീഫോമിംഗ് ഫോഴ്സ്. എന്താണ് ഡീഫോമിംഗ് ഫോഴ്സ്? ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് വിച്ച് ചേഞ്ചസ് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ ബോഡി. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസും ഷേപ്പും നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡീഫോമിംഗ് ഫോഴ്സ്. അപ്പോൾ ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് വിച്ച് ചേഞ്ചസ് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ ബോഡി. ഇനി അടുത്തത് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസിനും ഷേപ്പിനും ചേഞ്ച് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഈ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യുക? അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ ആ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് ആ ഒബ്ജക്റ്റിൽ ഇൻറ്റേർണലായിട്ടൊരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ. എന്തിനു വേണ്ടിയിട്ട്? ആ ചേഞ്ച് ഇൻ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഇൻറ്റേർണൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻറ്റേർണൽ ഫോഴ്സ് വിച്ച് ട്രൈസ് ടു ബ്രിങ് ദ ബോഡി ബാക്ക് ടു ഇറ്റ്സ് ഇനിഷ്യൽ സൈസ് ആൻഡ് ഷേപ്പ്. അതിനെ പറയുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എ ഫോഴ്സ് വിച്ച് ചേഞ്ചസ് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ ബോഡി. ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസും ഷേപ്പും ചേഞ്ച് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്നതാണ് ഡീഫോമിംഗ് ഫോഴ്സ്. ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യാൻ വേണ്ടി ആ ഒബ്ജക്റ്റിൽ തന്നെ ഇൻറ്റേർണലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇത് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഇനിയിപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ പറയുന്ന രണ്ട് ടേംസ് ആണ് ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും. അതായത് ചില ഒബ്ജക്ട്സിന് ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ ചില ഒബ്ജക്ട്സിന് അതിൻ്റെ ഒറിജിനൽ സൈസും ഷേപ്പും ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താലും റീഗെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒറിജിനൽ സൈസും ഷേപ്പും ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ റീഗെയിൻ ചെയ്യാൻ കഴിയുന്നവയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലാസ്റ്റിക് ബോഡീസ് വരെ ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. അതിന് എക്സാമ്പിളാണ് സ്പ്രിങ്, റബ്ബറൊക്കെ. അപ്പോൾ സ്പ്രിങ് ആയാലും റബ്ബർ ആയാലും നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിനെ വലിച്ച് നീട്ടിയിട്ട് തിരിച്ച് നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് എന്ത് ചെയ്യും? റീഗെയിൻ ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താലും അത് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയെ പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന ഒബ്ജക്ട്സിന് എക്സാമ്പിളാണ് സ്പ്രിങ്, റബ്ബർ ഒക്കെ. ഇനി പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിനെ പറയുന്ന പേരാണ് എന്ത്? പ്ലാസ്റ്റിസിറ്റി. അതിന് എക്സാമ്പിളാണ് പ്ലാസ്റ്റിക്, ക്ലേ, മഡ് ഒക്കെ. അവിടെ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്ത് അതിൻ്റെ സൈസ് ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒറിജിനൽ ഷേപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റീഗെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒബ്ജക്ട്സ് ആണ് എന്തെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബോഡീസ്. ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ ഏതൊക്കെ ടേംസാണ് നമ്മൾ പറഞ്ഞത്? ഡീഫോമിംഗ് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു. അതായത് ഒരു ഒബ്ജക്റ്റിൽ എക്സ്റ്റേണലായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈസിനും ഷേപ്പിനും ചേഞ്ച് വരികയാണെങ്കിൽ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. അപ്പോൾ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒബ്ജക്റ്റിൽ ഇൻറ്റേർണലായിട്ട് ഉണ്ടാകുന്ന ഫോഴ്സാണ് എന്ത്? റീസ്റ്റോറിംഗ് ഫോഴ്സ്. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ ഒറിജിനൽ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒറിജിനൽ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യാൻ ചില ഒബ്ജക്ട്സിന് കഴിയും, ചില ഒബ്ജക്ട്സിന് അത് കഴിയത്തില്ല. റീഗെയിൻ ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. ആ ചെയ്യാനുള്ള കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലാസ്റ്റിസിറ്റി. അടുത്തത് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ ഡിഫോംഡ് ബോഡി. അതായത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എവിടെ? ഡിഫോംഡ് ബോഡി. അപ്പോൾ ഒരു ഡിഫോംഡ് ബോഡിയുടെ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നമ്മൾ ഈ ഫോഴ്സ് ബൈ ഏരിയ ഇക്വേഷൻ വേറെ ഒരെണ്ണത്തിനും പഠിച്ചിട്ടുണ്ട്. ഏതിനാണ്? പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നിയർലി ഈക്വൽ ടു പ്രഷർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ ഡിഫോംഡ് ബോഡി. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതെന്ന് പറഞ്ഞാൽ നിയർലി ഈക്വൽ ടു പ്രഷർ ആണ്. ഇനി സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സ്ട്രെസ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇനി ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്നറിയാം, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോൾ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ നമ്മൾ അതിനെയാണ് പാസ്കൽ എന്ന് പറയുന്നത്. പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കൽ. അപ്പോൾ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ഒന്നുകിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ
പാസ്കൽ എന്ന് പറയാം. ഇനി സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ m(L)-1 T(-1) ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ ഡിഫോംഡ് ബോഡിയാണ്. സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഈ സ്ട്രെസ് തന്നെ പല രീതിയിൽ വരാം. ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് വരാം, ടാൻജൻഷ്യലായിട്ട് വരാം, അല്ലെങ്കിൽ ലോങ് വോളിയം വരാം. അങ്ങനെ നമുക്ക് 3 ടൈപ്പ് സ്ട്രെസ് ഉണ്ട്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡിഫോമിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ലെങ്തിന് പാരലായിട്ടാണെങ്കിൽ, അപ്പോൾ നോക്കിക്കോ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഒരു ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന ഡിഫോമിംഗ് ഫോഴ്സ് ലെങ്തിന് പാരലായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യും? ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാക്കും. അതിനെ പറയുന്ന പേരാണിത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിഫോംഡ് ഫോഴ്സ് പാരലൽ ടു ലെങ്ത് ആണെങ്കിൽ അവിടെ ലെങ്തിന് വേരിയേഷൻ, ഒന്നുകിൽ ലെങ്ത് കൂടാം അല്ലെങ്കിൽ ലെങ്ത് കുറയാം. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ടെൻസിൽ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് സ്ട്രെസ് എന്ന് പറയാം. ടെൻസിൽ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് സ്ട്രെസ്. അപ്പോൾ സ്ട്രെച്ച് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ? വലിഞ്ഞു നിൽക്കുക. അപ്പം അതായത് നമ്മൾ കൊടുക്കുന്ന ഡിഫോംഡ് ഫോഴ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് വിച്ച് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഇൻക്രീസ് ഇൻ ലെങ്ത്. ലെങ്തിന് ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയും. അപ്പോൾ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് വിച്ച് പ്രൊഡ്യൂസേഴ്സ് എ ഡിക്രീസ് ഇൻ ലെങ്ത് ആണെങ്കിൽ, ഒരു ഡിഫോംഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്തിന് ഡിക്രീസ് ആണ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയും. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫോമിംഗ് ഫോഴ്സ് ആക്ടിങ് പാരലൽ ടു ലെങ്ത്. ലെങ്തിന് പാരലായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ലെങ്തിൽ ഒരു ചേഞ്ച് വരും. ആ ലെങ്തിലുള്ള ചേഞ്ച് ഒന്നുകിൽ ഇൻക്രീസ് ആകാം അല്ലെങ്കിൽ ഡിക്രീസ് ആകാം. ഇൻക്രീസ് ഇൻ ലെങ്ത് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെച്ചിങ് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയാം. ഇനി ഡിക്രീസ് ഇൻ ലെങ്ത് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയാം. ഇനി അടുത്തതാണ് ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിൽ നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ടാൻജൻഷ്യലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ടാൻജൻഷ്യലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ടോപ്പിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബേസ് അതേപോലെ നിൽക്കും, ടോപ്പ് പോർഷൻ മാത്രം ഒരു ചെറിയ ആംഗുലർ വേരിയേഷൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സംഭവം നമ്മൾ ടാൻജൻഷ്യലായിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഇങ്ങനെ മാറും. അതായത് അതിനൊരു ആംഗുലർ വേരിയേഷൻ വരും. ടോപ്പ് പോർഷന് മാത്രം എന്ത് ചെയ്യും? ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വരും. ആ ഒരു ആംഗുലർ വേരിയേഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിഫോമിംഗ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടാൻജൻഷ്യൽ ടു ദ സർഫസ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് എ ഡീവിയേഷൻ in the arrangement of the body by an angle theta. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ടാൻജൻഷ്യലായിട്ടായിരിക്കും. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ഒരു ആംഗുലാർ വേരിയേഷൻ വരും. അതിനെ പറയുന്ന പേരാണ് എന്ത്? ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ്. ഏത് സ്ട്രെസ് ആയാലും നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇനി അടുത്തത് വോളിയം സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹൈഡ്രോളിക് സ്ട്രെസ്. എന്താണ്? ഹൈഡ്രോളിക് സ്ട്രെസ്. വോളിയം സ്ട്രെസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയുമ്പം ഇവിടെ ഡിഫോമിംഗ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു ദ സർഫസ് അറ്റ് ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. അതായത് ഇതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ പാർട്സിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേപോലെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ ഫുൾ ഒബ്ജക്റ്റിനും ആ ഫുൾ വോളിയത്തിനും എന്ത് വരുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. വിത്തൗട്ട് ചേഞ്ച് ഇൻ ഈസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും റിമൈൻസ് സെയിം ആണ്. വോളിയത്തിന് ചേഞ്ച് വന്നാൽ അതിൻ്റെ ഡെൻസിറ്റിക്ക് എന്ത് വരുന്നില്ല? ചേഞ്ച് വരുന്നില്ല. ആ ഒബ്ജക്റ്റിൻ്റെ ഹോൾ പാർട്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേ ആ ഹോൾ വോളിയം എന്ത് ചെയ്യണം? അവിടെ ചേഞ്ച് ചെയ്യണം. അതിനെ പറയുന്ന പേരാണ് എന്ത്? വോളിയം സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ ഡിഫോംഡ് ബോഡി. അപ്പോൾ ഒരു ഡിഫോംഡ് ബോഡിയുടെ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോഴ്സ് ബൈ ഏരിയ. ഇതെന്ന് പറയുന്നത് ഏതിന് ഈക്വലാണ്? പ്രഷറിന് ഈക്വലാണ്. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. ഈ സ്ട്രെസ് തന്നെ ലെങ്ത് വൈസ് വരാം, ടാൻജൻഷ്യൽ വരാം, വോളിയം വൈസ് വരാം. ലെങ്ത് വൈസ് വരുമ്പോൾ ലെങ്തിന് പാരലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഒന്നുകിൽ ലെങ്ത് കൂടും അല്ലെങ്കിൽ ലെങ്ത് കുറയും. കൂടുകയാണെങ്കിൽ അതിനെ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയും. കുറയുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കംപ്രസീവ് സ്ട്രെസ്. ഇനി ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാൻജൻഷ്യലായിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു ആംഗുലാർ വേരിയേഷൻ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെസ്. അതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ഒരു മാറ്റം വരുന്നു. ഇനി അടുത്ത വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഹോൾ വോളിയം ഓഫ് ദ ബോഡി നമ്മൾ എന്ത് ചെയ്യും? ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഫുൾ വോളിയത്തിന് ചേഞ്ച് വിത്തൗട്ട് ചേഞ്ച് ഇൻ ഡെൻസിറ്റി. അതിനെ പറയുന്ന പേരാണ് വോളിയം സ്ട്രെസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയും. ഇനി അടുത്തതാണ് സ്ട്രെയിൻ. അടുത്തത് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ടു ഒറിജിനൽ കോൺഫിഗറേഷൻ ഓഫ് എ ബോഡി. അതായത് നമ്മൾ
ഒരു ഡീഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിനൊരു കോൺഫിഗറേഷൻ ഉണ്ട്. ഡീഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ അതിൻ്റെ കോൺഫിഗറേഷന് ചേഞ്ച് വരുന്നു. അപ്പോൾ ആ ചേഞ്ച് ഇൻ കോൺഫിഗറേഷനും ഒറിജിനൽ കോൺഫിഗറേഷനും തമ്മിലുള്ള ആ റേഷ്യോയെ പറയുന്ന പേരാണ് എന്ത്? സ്ട്രെയിൻ എന്ന് പറയും. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചേഞ്ച് ഇൻ കോൺഫിഗറേഷനും ഒറിജിനൽ കോൺഫിഗറേഷനും തമ്മിലുള്ള റേഷ്യോ. ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. കാരണം എന്താ? മുകളിൽ ഏത് ഡയമെൻഷനാണ് വരുന്നത് ആ സെയിം ഡയമെൻഷൻ തന്നെ ആയിരിക്കും താഴെയും വരുന്നത്. കാരണം അതിൻ്റെ ഒറിജിനൽ കോൺഫിഗറേഷനും ചേഞ്ച് ഇൻ കോൺഫിഗറേഷനും തമ്മിലുള്ള റേഷ്യോ ആണ്. അതുകൊണ്ട് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ഇപ്പം നമ്മൾ 3 തരത്തിലുള്ള സ്ട്രെസ് പഠിച്ചായിരുന്നു. ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ്, ഷിയറിംഗ് സ്ട്രെസ്, ഹൈഡ്രോളിക് അല്ലെങ്കിൽ വോളിയം സ്ട്രെസ്. അപ്പോൾ അതനുസരിച്ച് അതേപോലെ തന്നെ 3 സ്ട്രെയിനും ഉണ്ടാകും. ഏതൊക്കെ? ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ടാകാൻ കാരണം 2 തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ടെൻസൈൽ സ്ട്രെസ്സും ഉണ്ട്, കംപ്രസീവ് സ്ട്രെസ്സും ഉണ്ട്. ഇത് മൂലം ലെങ്തിൽ ചേഞ്ച് വരും. ഒന്നുകിൽ ലെങ്ത് കൂടുക അല്ലെങ്കിൽ ലെങ്ത് കുറയും. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് റേഷ്യോയെ പറയുന്ന പേരാണെന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പോൾ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലും താഴെയും ലെങ്തിൻ്റെ ടേംസ് തന്നെ. അപ്പോൾ ഡയമെൻഷൻ സെയിം ആണ്. അതുകൊണ്ട് എന്തല്ല? ഇത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടാൻജൻഷ്യലായിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് കോൺഫിഗറേഷന് ചേഞ്ച് ചെയ്യും. ഒരു ആംഗുലാർ വേരിയേഷൻ വരും. ബോട്ടം പോർഷൻ അതുപോലെ നിൽക്കുന്നു, ടോപ്പ് പോർഷൻ മാത്രം ഒരു ചേഞ്ച് വരും. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്തു. അതിൻ്റെ ഒറിജിനൽ ലെങ്ത് ആയിരുന്നു എന്ത്? എൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് ടാൻ തീറ്റ നമുക്ക് എങ്ങനെ പഠിക്കാം? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഡെൽറ്റ എക്സ് ബൈ എൽ. അപ്പോൾ ഫോർ സ്മോൾ ആംഗിൾസ് നമുക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം? ഡെൽറ്റ എക്സ് ബൈ എൽ. ഇവിടെ തീറ്റയാണ് എന്തെന്ന് പറയുന്നത്? ഷിയർ ചെയ്ത ആംഗിൾ, ഷിയറിംഗ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഷിയറിംഗ് സ്ട്രെയിൻ നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഷിയറിംഗ് സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ചേഞ്ച് എത്ര ഡിസ്റ്റൻസ് ആണ് അത് മൂവ് ചെയ്തത് ബൈ അതിൻ്റെ ഒറിജിനൽ വാല്യൂ. ആ ആംഗിളാണ് അവിടെ ചേഞ്ച് ചെയ്തത്. അപ്പോൾ ആ വാല്യൂ ആണ് നമുക്ക് ഇവിടെ എന്തായിട്ട് കിട്ടേണ്ടത്? ഷിയറിംഗ് സ്ട്രെയിനിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എത്രയാണ്? ഡെൽറ്റ എക്സ് ബൈ എൽ ആണ്. ഇനി അടുത്ത ഹൈഡ്രോളിക് അല്ലെങ്കിൽ വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയത്തിലുള്ള ചേഞ്ച്. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം കോൺഫിഗറേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? വോളിയം സ്ട്രെയിൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അടുത്തത് ഹൂക്സ് ലോ. ഈ ലോ ആണെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്, പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ് പഠിച്ചപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇലാസ്റ്റിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ് ഹൂക്സ് ലോ. അപ്പോൾ നമ്മൾ സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഹൂക്സ് ലോ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റ്, വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് എപ്പോഴും സ്ട്രെയിനിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ ലോയെ പറയുന്ന പേരാണ് ഹൂക്സ് ലോ. ഹൂക്സ് ലോ പറയുമ്പോൾ നമ്മൾ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞവർ ആ ഇലാസ്റ്റിക് ലിമിറ്റിൽ മാത്രമേ ഈ ലോ ഒബേ ചെയ്തുള്ളൂ. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ആ ലോയെ വിളിക്കുന്ന പേരാണ് ഹൂക്സ് ലോ. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു കെ. അപ്പോൾ സ്ട്രെസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് കെ ഇൻറ്റു സ്ട്രെയിൻ, അല്ലെ കെ ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് പറയാം? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ആ റേഷ്യോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ആ റേഷ്യോ വിളിക്കുന്ന പേരാണ് എന്ത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? സ്ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. പക്ഷേ സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ ഉണ്ട്. എത്രയാണ്? എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2. സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണോ അത് തന്നെ ആയിരിക്കും ഏതിൻ്റെ ഡയമെൻഷൻ വരുന്നത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെയും ഡയമെൻഷൻ വരുന്നത്. കാരണം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ഇനി സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്ട്രെസ് ഈസ് ഡയറക്റ്റ്, അതായത് സ്ട്രെസ്സും സ്ട്രെയിനും നമ്മുടെ ഇലാസ്റ്റിക് ലിമിറ്റിലെ കർവ് ചോദിച്ചാൽ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് എന്ത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിൻ്റെ നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് ദ ബോഡിയെയും ടെമ്പറേച്ചറിനെയും ഏത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ഡയമെൻഷന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് ഓഫ് ഡയമെൻഷൻ ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. ഹൂക്സ് ലോ പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? ഹൂക്സ് ലോ എന്ന് പറയുന്നത്. അതായത് സ്ട്രെസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ, അല്ലെങ്കിൽ ആ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേഷ്യോ ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ
ഇൻറ്റു സ്ട്രെയിൻ, അതിൻ്റെ കർവാണ് സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡയമെൻഷൻ ഓഫ് ദ ബോഡിക്ക് എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനിയിപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ പറഞ്ഞു, 3 തരത്തിലുള്ള സ്ട്രെസ്സും 3 തരത്തിലുള്ള സ്ട്രെയിനും നമ്മൾ പഠിച്ചു. അപ്പോൾ അതേപോലെ എന്തുണ്ടാകും, 3 തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും വരും. അപ്പോൾ ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്തത് ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഒന്നാമത്തത് യങ്സ് മോഡുലസ്, അടുത്തത് ഷിയർ ഓർ റിജിഡിറ്റി മോഡുലസ്, അടുത്തത് ബൾക്ക് മോഡുലസ്. ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും പഠിച്ചു, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും പഠിച്ചു അല്ലേ. ലെങ്ത് വൈസ് ഉണ്ടാകുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അത് സ്ട്രെസ്, അത് വൈസ് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഡയമെൻഷൻ സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് ലെങ്തിൽ ഉണ്ടാകുന്നതാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് യങ്സ് മോഡുലസ്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് എന്ത്, യങ്സ് മോഡുലസ്. ഏത് സ്ട്രെസ് ആയാലും അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണെങ്കിലോ നമുക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സ്ട്രെസ് ഇൻഡിക്കേഷൻ ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെയിൻ ഇൻഡിക്കേഷൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഈ എല്ലാം അങ്ങ് മുകളിൽ പോകും, എ അങ്ങ് താഴെ വരും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും, FL ഡിവൈഡ് ബൈ A ഡെൽറ്റ L എന്ന് വരും. ഇനി M മാസാണ് നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിനെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണെങ്കിൽ നമുക്ക് ഫോഴ്സിന് പകരം എന്തെന്ന് കൊടുക്കുക, mg എന്ന് കൊടുക്കാം. ഇനി നമ്മൾ എടുക്കുന്ന വയറിന് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം, πr² എഴുതാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. പ്രോബ്ലം ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ആവശ്യം y = mgl by πr² ഡെൽറ്റ L. mg എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, πr² എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വയറിന് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എങ്ങനെ എടുക്കാം, πr² എടുക്കാം. അപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ റേഷ്യോ, അതായത് ലെങ്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എങ്ങനെ പിടിക്കാം, ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെയിൻ എങ്ങനെ പിടിക്കാം, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഈ എല്ലാം അങ്ങ് മുകളിൽ പോകും, എ അങ്ങ് താഴെ വരും. അപ്പോൾ FL ബൈ A ഡെൽറ്റ L. ഇനി അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം, mg എന്ന് എഴുതാം. യൂണിഫോം റോഡ് അല്ലെ ഒരു വയർ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഏരിയ എങ്ങനെ എഴുതാം, πr² എന്ന് എഴുതാം. ഇനി ഇത് തന്നെ ഷിയർ ഓർ റിജിഡിറ്റി മോഡുലസ്, G എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. യങ്സ് മോഡുലസ് Y എന്ന് പറയുന്ന ലെറ്റർ, ഷിയർ മോഡുലസ് ആണെങ്കിൽ G എന്ന് പറയാം. അപ്പോൾ ഷിയർ മോഡുലസ് എന്ന് പറയുമ്പോൾ ഷിയറിംഗ് സ്ട്രെസ്സും ഷിയറിംഗ് സ്ട്രെയിനും നമ്മൾ പഠിക്കുക. അതെങ്ങനെയാണ്, ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു ആംഗുലർ വേരിയേഷൻ വരും. അപ്പോൾ അവിടെയും സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തീറ്റ ആംഗിൾ ചേഞ്ച് ചെയ്യുന്നത്, ആ തീറ്റയാണ് അവിടുത്തെ എന്ത്, ഷിയറിംഗ് സ്ട്രെയിൻ. എ അങ്ങ് ഡിനോമിനേറ്റർ വരും. അപ്പോൾ F/A തീറ്റ. ഇനി തീറ്റ ഷിയറിംഗ് സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ നമ്മൾ ആ ഡയഗ്രാം വരച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ബോട്ടം പോർഷൻ അതേപോലെ നിൽക്കും, ടോപ്പ് പോർഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യും, ഇത്ര ആംഗിൾ വേരിയേഷൻ വരും, അതാണ് തീറ്റ. ഈ ടോട്ടൽ ലെങ്ത് L ആണ്, ഈ ഡിസ്റ്റൻസ് ഡെൽറ്റ X ആണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ X/L ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. അപ്പോൾ G = F/A × തീറ്റയ്ക്ക് പകരം ഡെൽറ്റ X/L. ഈ L അങ്ങ് മുകളിൽ പോകും. അപ്പോൾ G = എന്നിട്ട് FL by A ഡെൽറ്റ X. അപ്പോൾ ഷിയർ ഓർ റിജിഡിറ്റി മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ റേഷ്യോ ആണ്. ഷിയറിംഗ് സ്ട്രെസ് എങ്ങനെ എടുക്കുന്നത്, ഫോഴ്സ് ബൈ ഏരിയ തന്നെ. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ തീറ്റയാണ്, തീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സ്ട്രെയിൻ പറഞ്ഞപ്പോൾ എത്രയാണ്, ഡെൽറ്റ X/L ആണ്. ഇനി മൂന്നാമത്തെ മോഡുലസ് ആണ് ഇത്, ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസിനെ B എന്ന് പറയുന്ന ലെറ്റർ അല്ലെങ്കിൽ V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി B എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കുന്നതായിരിക്കും സൗകര്യം. അപ്പോൾ ബൾക്ക് മോഡുലസ് എന്ന് പറയുമ്പോൾ വോളിയം സ്ട്രെസ്സും വോളിയം സ്ട്രെയിനും പഠിച്ചു, ആ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് എന്ത്, ബൾക്ക് മോഡുലസ്. സ്ട്രെസ് ഇവിടെയും എങ്ങനെയാണ്, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഡിഫോമിംഗ് ഫോഴ്സ്. ഇനി വോളിയം സ്ട്രെയിൻ എങ്ങനെ ഇട്ടിരിക്കും, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇവിടെ നമ്മൾ പറഞ്ഞു സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, വോളിയത്തിലാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ അവിടെ ഏതിൻ്റെ ടേമാണ് വരുന്നത്, ഹൈഡ്രോളിക് സ്ട്രെസ് ആണ്. അപ്പോൾ അതിന് നിയർലി ഈക്വൽ ടു പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു പ്രഷർ ആണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയയ്ക്ക് വരെ നമുക്ക് പ്രഷർ എന്ന് കൊടുക്കാൻ കാരണം എന്താണ്, ഹൈഡ്രോളിക് സ്ട്രെസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് വോളിയത്തിലാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഏത് ടേം കൊടുക്കാം, പ്രഷറിൻ്റെ ടേം കൊടുക്കാം. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷറാണ്. ഈ വോളിയത്തിൻ്റെ ടേം അങ്ങ് മുകളിൽ പോകും, ഡെൽറ്റ V. അതേപോലെ ഇവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കാൻ കാരണം നമ്മൾ ബോയ്ൽസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്, പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. അപ്പോൾ ആ ഒരു ഇൻവേഴ്സ് റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പോൾ ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ തരും -PV/V
ഡെൽറ്റ ബി ഇവിടെ പി എന്ന് കൊടുക്കാൻ കാരണം ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് പ്രഷർ ആണ്. അപ്പോൾ അതെന്തെന്ന് കൊടുക്കാം, പി എന്ന് കൊടുക്കാം. ഇനി ഈ ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കംപ്രസിബിലിറ്റി. മിക്കവാറും പരീക്ഷയ്ക്ക് പ്രോബ്ലം ചെയ്യാൻ ചോദിക്കാറുള്ളതാണ് എന്താണ് കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കുക. അപ്പോൾ ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബൾക്ക് മോഡുലസ് തന്നിട്ട് കംപ്രസിബിലിറ്റി എത്രയാണെന്ന് വേണമെങ്കിൽ ചോദിക്കുക. അപ്പോൾ ആ തന്നേക്കുന്നതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കംപ്രസിബിലിറ്റി കിട്ടും. അപ്പോൾ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ആണ്. അപ്പം 3 തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ പഠിച്ചു. യങ്സ് മോഡുലസ് അതെന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. അത് എങ്ങനെ കണ്ടുപിടിക്കാം, എഫ് ബൈ എ എന്ന് പറഞ്ഞ സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ റീഅറേഞ്ച് ചെയ്യുക, അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഷിയറിംഗ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ് ആണ് ജി എന്ന് പറയുന്ന ലെറ്ററാണ്, അതായത് ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. ഇനി ബൾക്ക് മോഡുലസ് ആണെങ്കിലോ വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോഴ്സ് ബൈ ഏരിയയ്ക്ക് പകരം നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുന്നു, പ്രഷറിന് കൊടുക്കുന്നു. വോളിയവുമായി ബന്ധപ്പെട്ട ടേമാണ്. ബോയ്സ് ലോ വെച്ചിട്ട് പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ കൊടുത്തത്. ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്രസിബിലിറ്റി. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, എന്താണ് ഡീഫോമിംഗ് ഫോഴ്സ്, എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഇലാസ്റ്റിസിറ്റി എന്താണ്, പ്ലാസ്റ്റിസിറ്റി എന്താണ്, പിന്നെ സ്ട്രെസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് പഠിച്ചു, സ്ട്രെയിൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ പഠിച്ചു, ഹൂക്സ് ലോ പഠിച്ചു, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇതുവരെ നമ്മൾ പഠിച്ചത്. ഇനി ഈ ചാപ്റ്ററിൽ എന്ന് പറഞ്ഞാൽ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള 2-3 പ്രോബ്ലം ചെയ്യണം. പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവും കൂടെ പഠിക്കണം. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്.